അപ്പോൾ നമ്മൾ കാത്തിരുന്ന നമ്മുടെ പാട്രിയോട്ട് സിനിമ ഈ വരുന്ന മെയ് 1 ലോകമെമ്പാടും റിലീസിനെത്താണ്. മലയാളത്തിൻ്റെ 2 ബിഗംസ് ഒന്നിക്കുന്ന കൂട്ടത്തിൽ യുവതാരങ്ങളായ ഫഹദ് ഫാസിലും ഫഫയും ഒന്നിക്കുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണ് നമ്മുടെ പാട്രിയോട്ട്. വമ്പൻ ഹൈപ്പിൽ ഇപ്പം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആളുകൾ എണ്ണി തുടങ്ങുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ എത്രയാകും, 50 ആകുമോ, 60 ആകുമോ, 70 ആകുമോ, അങ്ങനെ എണ്ണി തുടങ്ങുകയാണ്. കാരണം ഇത് മലയാളത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു ബെഞ്ച് മാർക്ക് തന്നെ ആവും. കളക്ഷനിൽ മാത്രമല്ല, മലയാളത്തിൻ്റെ വേറിട്ടൊരു എന്താ പറയുക, ഒരു മറ്റൊരു തലത്തിലേക്ക് പോകുന്ന ഒരു സിനിമയാകും ഈ ചിത്രം. ഇന്നലെ ജിയോ ഹോട്ട്സ്റ്റാറിൽ മമ്മൂക്കയും ലാലേട്ടനും ഫഫയും ചാക്കോച്ചനും തമ്മിലുള്ള ഇവരൊക്കെ കൂടിയുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഒരു അടിപൊളി ഇൻ്റർവ്യൂ ആണ്. ഇതിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഹു ഈസ് ദി ബെറ്റർ ആക്ടർ, ആരാണ് മികച്ച നടൻ? അപ്പോൾ മമ്മൂക്ക പറയുന്നുണ്ട്, എന്നോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ ഞാൻ പറയും ലാലാണെന്ന്. ലാലേട്ടൻ പറയും അത് ഇച്ചാക്കയാണെന്ന്. അവർ തമ്മിൽ പരസ്പരം കൊടുത്തും വാങ്ങിയുള്ള ഒരു നല്ലൊരു സൗഹൃദമായ നല്ലൊരു സാഹോദര്യ ബന്ധത്തിൽ ഒരു എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു താഴ്ത്തി കെട്ടാത്ത രീതിയിലുള്ള ഒരു മറുപടി അവർ പറയുള്ളൂ. കാരണം നമ്മുടെ കണ്ണിൽ രണ്ടുപേരും മികച്ച നടന്മാരാണ്. ഓരോ തലത്തിൽ അവർ മികച്ചു നിൽക്കുന്നതാണ്. അഭിനയത്തിൻ്റെ പല ഭാവങ്ങളും അവർ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആരാണ് ബെറ്റർ എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ അവർക്ക് അവരുടേതായ മാറ്റങ്ങളും അവരുടേതായ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എന്തായാലും അവിടെ നിൽക്കട്ടെ. ഇതിൽ മമ്മൂക്ക പറയുന്നൊരു കാര്യമുണ്ട്, എങ്ങനെയാണ് ലാലേട്ടൻ ഈ ചിത്രത്തിലോട്ട് എത്തിയത്. കാരണം ഈ ചിത്രം മഹേഷ് നാരായണൻ ആദ്യം പ്ലാൻ ചെയ്ത് നമ്മുടെ കമൽഹാസനെ വെച്ചൊരു സിനിമയാണ് പ്ലാൻ ചെയ്തത്. പിന്നീട് അദ്ദേഹത്തിന് ആ സിനിമ എന്തോ ഒരു കാരണങ്ങളാൽ അദ്ദേഹത്തിന് അതിൽ നിന്നും മാറേണ്ടി വന്നു. പിന്നീട് അദ്ദേഹം, അതായത് മഹേഷ് നാരായണൻ പോയി കഥ പറയും നമ്മുടെ മമ്മൂക്കയുടെ അടുത്ത് കഥ പറഞ്ഞു. മമ്മൂക്ക ഇഷ്ടമായി. മമ്മൂക്കയുടെ മാനേജറായ ആൻഡോ ജോസഫ് ചിത്രം നിർമ്മിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ സെറ്റായി. ഇനി അതിലോട്ട് ബാക്കിയുള്ള ക്യാരക്ടർ, അതും ഈ സിനിമ എന്ന് പറയുന്ന ഒരു എന്താ പറയുക, അന്താരാഷ്ട്ര തലത്തിലൊക്കെ അംഗീകരിക്കപ്പെടാവുന്ന ഒരുപാട് കാര്യങ്ങളുള്ള ചിത്രം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിലുള്ള സ്റ്റാർ കാസ്റ്റ് ഇതിൽ വേണമെന്നുള്ളതുകൊണ്ട് പിന്നീട് അതിൽ ജോയിൻ ചെയ്തത് നമ്മുടെ ചാക്കോച്ചൻ ഫഫയൊക്കെയാണ്. അവർക്കും തന്നെ നല്ല മികച്ച കഥാപാത്രങ്ങളാണ്. ഈ ചിത്രം ഒരു താരങ്ങളെ കാണിക്കുന്നു എന്നതിലുപരി കണ്ടൻറ്റിന് പ്രാധാന്യമുള്ള ഒരു ചിത്രമാണെന്ന് ഇത് മുമ്പ് തന്നെ മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അതിലോട്ട് ഒരു മെയിൻ ക്യാരക്ടർ ആവശ്യമുണ്ട്. ആ ഒരു ക്യാരക്ടറിന് പിന്നീട് നമ്മുടെ മലയാളത്തിൻ്റെ സുരേഷ് ഗോപിയാണ് പിന്നീട് അവർ സജസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തിനാണെങ്കിൽ ഇലക്ഷൻ്റെ അദ്ദേഹം MP ആയി. പിന്നീട് അദ്ദേഹത്തിന് പല കാരണങ്ങളും അത് മാറിപ്പോയി. പിന്നെ ആ ഒരു ക്യാരക്ടറിന് ഒരാളെ വേണം. മമ്മൂക്കയോട് മഹേഷ് നാരായണൻ പറഞ്ഞു, മമ്മൂക്ക ഈ ഒരു ക്യാരക്ടർ നമുക്ക് പുറത്തുനിന്ന് അന്യഭാഷയിൽ നിന്ന് ഒരു വലിയ താരത്തെ നമുക്ക് കൊണ്ടുവന്നാലോ? മമ്മൂക്ക പറഞ്ഞൊരു മറുപടി, എന്തിനാണ് ആ ഒരു ക്യാരക്ടർ നമ്മൾ മറ്റൊരു ഭാഷയിൽ നിന്ന് നമുക്കുണ്ടല്ലോ ഒരു വലിയ സ്റ്റാർ. അപ്പോൾ ആരാണെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. മറ്റാരാണ്? നമ്മുടെ ലാലനെ. അങ്ങനെയാണ് നമ്മുടെ ലാലേട്ടൻ ഈ സിനിമയിൽ ഇന്നാകുന്നത്. അങ്ങനെ ലാലേട്ടൻ വന്നതോടുകൂടി ആ ചിത്രത്തിൻ്റെ ഒരു വലിപ്പം ഒന്നുകൂടെ കൂടി. പിന്നീട് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിന് ഒരുപാട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാക്കിയിട്ട് ആ ക്യാരക്ടറും അത്യാവശ്യം വലിയൊരു ക്യാരക്ടറാക്കിയിട്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ സ്പേസും കുറച്ച് കൂട്ടി ഒരു വേറെ രീതിയിൽ നമ്മൾ 2020 ശേഷം നമ്മുടെ 2 താരങ്ങളുടെ അഭിനയവും എന്താ പറയുക, നമ്മുടെ ഫാൻസിനൊക്കെ ആവേശം കൊള്ളിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പിന്നീട് അതിൽ ഇൻക്ലൂഡായി വന്നിട്ടുണ്ട്. അപ്പോൾ മമ്മൂക്ക സജസ്റ്റ് ചെയ്ത നമ്മുടെ ലാലേട്ടൻ. പക്ഷേ ഇതിൽ നമ്മുടെ മഹേഷ് നാരായണൻ പറയുന്നുണ്ട്, ഈ സിനിമ തുടക്കം മുതൽ അവസാനം വരെ മമ്മൂക്കയിലൂടെയാണ് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിലെ നായകൻ എന്ന് പറയുന്നത് അത് മമ്മൂക്ക തന്നെ. മമ്മൂക്ക അല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി അദ്ദേഹം തന്നെയാണ് ഇതിൽ എന്താ പറയുക, മെയിൻ ക്യാരക്ടർ. അല്ല, ഇവിടെ ലാലേട്ടൻ ഒരു ക്യാരക്ടർ, അതായത് ഒരു എന്താ പറയുക, മുഖ്യ കഥാപാത്രമായി വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ 2 താരങ്ങളുടെയും ഒരു കോമ്പിനേഷൻ കാണാൻ വേണ്ടി മലയാള സിനിമാ ലോകവും ഇന്ത്യൻ സിനിമാ ലോകവും ഒരുപാട് വെയിറ്റിംഗ് ആണ് മെയ് 1 വരെ.
കേരളത്തിലെ ഏറ്റവും കൂടുതൽ തിയേറ്റർ റിലീസാവുന്ന മൂവി എന്ന റെക്കോർഡും ഇനി പാട്രിയോട്ടിന് സ്വന്തം. ഏറ്റവും കൂടുതൽ ഫാൻ ഷോ കളിക്കുന്ന ചിത്രമെന്ന റെക്കോർഡും ഇനി പാട്രിയോട്ടിന് സ്വന്തം. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി അധികം ദിവസങ്ങളില്ല, 8 ദിവസം ഉള്ളൂ. എന്തായാലും പടം കത്തിക്കയറുന്ന നമ്മളൊക്കെ പ്രതീക്ഷ. ഒരു വമ്പൻ വിജയത്തിൽ കുറഞ്ഞൊന്നും നമ്മൾ പ്രതീക്ഷിക്കണില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക.